കണ്ടോ നമ്മുടെ ബീറ്റ്റൂട്ട് കിഴങ്ങുകൾ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ബീറ്റ്റൂട്ട് നട്ടായിരുന്നല്ലോ. ആ ബീറ്റ്റൂട്ട് പറിക്കാൻ ഭാഗമായി ഞാനത് ഒന്ന് പറിച്ചെടുക്കാൻ പോവുകയാണേ. ഇത് കണ്ടോ, ഇതുപോലെ കിഴങ്ങ് മേളിലോട്ട് കാണാവോ നിങ്ങൾക്ക്? മേളിലോട്ട് വന്നപ്പം ഞാൻ അതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണിട്ട് കൊടുത്ത് വെച്ചതാണ്. അപ്പം ഇത് പറിക്കാറായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ഇലകൾ പറിച്ച് കുറേ പ്രാവശ്യം തോരൻ വെച്ചു. നമുക്ക് ബീറ്റ്റൂട്ട് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇലകൾ തോരനും വെക്കാം, പിന്നെ നമുക്ക് ബീറ്റ്റൂട്ട് കൊണ്ട് എന്തെല്ലാം ഉപയോഗമുണ്ട്. അപ്പം ഇത് ഇല എപ്പോഴും നമ്മൾ പറിച്ചെടുക്കുമ്പം പുറത്തുനിന്നുള്ള ഇല വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഉള്ളിലത്തെ ഇല കുറച്ച് നിർത്തണം, എന്നാലേ ഉള്ളൂ ബീറ്റ്റൂട്ട് കിഴങ്ങ് വലുതായി വരത്തുള്ളൂ. അല്ലെങ്കിൽ അത് ബീറ്റ്റൂട്ട് നമുക്ക് കിട്ടത്തില്ല, ഇല കിട്ടും. അപ്പം നമുക്ക് ഇത് ഇന്ന് പൊക്കിയെടുത്തൊരു ചെറിയ റെസിപ്പി എന്തെങ്കിലും കാണിക്കാമെന്നാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയ കിഴങ്ങിനാണ് എപ്പോഴും ടേസ്റ്റ്. ഈ ഇല നമുക്ക് തോരനും വെക്കാം, കിഴങ്ങ് നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്കിതിൻ്റെ മണ്ണൊന്ന് കളയണ്ടേ, നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കിട്ടിയ ബീറ്റ്റൂട്ടിൻ്റെ കിഴങ്ങുകളെല്ലാം കൂടെ ഞാൻ സെപ്പറേറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിന് എനിക്ക് ഒന്നും കൂടി ഇത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ കാണിക്കാമെന്ന് ഓർത്തു. നിങ്ങൾക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഇലക്കറികൾ കൂടുതൽ കഴിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണല്ലോ. അപ്പോൾ ഇലക്കറികൾ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു പാർട്ടുണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ കുറച്ച് തണലുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ ഇതേന്ന് വേരുണ്ടായി ഇതിന് ഇലകളുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇല ആവശ്യമുള്ളവർക്ക് ഇല പറിച്ചെടുത്ത് നമുക്ക് തോരനൊക്കെ വെക്കാം. ഇന്ന് നമ്മൾ പറിച്ചെടുത്ത ബീറ്റ്റൂട്ട് വെച്ച് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് സാലഡാണ്. സാലഡുകൾ എപ്പോഴും ഹെൽത്തിയാണ്, പലതരത്തിലുള്ള സാലഡുകളുണ്ട്. നമുക്കൊരു ബീറ്റ്റൂട്ട് സാലഡ് തയ്യാറാക്കി നോക്കാം. അതിന് നമ്മൾ പറിച്ചെടുത്തതിൽ നിന്ന് ഏറ്റവും വലുത് നോക്കി ഒരു 3 ബീറ്റ്റൂട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിലെല്ലാം കളറ് പറ്റി ഞാൻ ഗ്ലൗസ് ഇട്ട് അരിഞ്ഞത്, അതുകൊണ്ട് സ്പൂൺ കൊണ്ട് എടുക്കുന്നത്. ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം ബീറ്റ്റൂട്ട് കട്ട് ചെയ്യാനായിട്ട്, വലുതായിട്ട് കട്ട് ചെയ്യരുതേ. പിന്നെ ഒരു ഒനിയൻ, ഇത് ചെറിയ ഒനിയൻ ആയിരുന്നുകൊണ്ട് ഞാനൊരു 1.5 ഒനിയൻ എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഒരു പച്ചമുളക്, ഇപ്പം നമ്മുടെ ചീനിയെ ഓടിപ്പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് ഇടണം. ഒരു പിടി മല്ലിയില ഇവിടെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ഡ്രൈ റോസ്റ്റഡ് പീനട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി റോസ്റ്റഡാണ്, എന്നാലും ഞാനിത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാലഡിനകത്ത് ഇടയ്ക്കൊന്ന് കടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിന് പകരം ഇതില്ലെങ്കിൽ തേങ്ങ ചിരവി ഇട്ടാലും നല്ലതാണ്, അത് ഇഷ്ടമുള്ളവർക്ക്. എനിക്കതിലും ഇഷ്ടം ഈ പീനട്ട്സ് ചേർക്കുന്നതാണ്. അപ്പം നമുക്ക് ഇനി ഈ ബീറ്റ്റൂട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ കടല ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്, എന്നാലും നമുക്കത് തണുത്തല്ലേ ഇരിക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകാനായി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുവാണേ. സെയിം പാൻ തന്നെ നന്നായിട്ട് ചൂടായിരിക്കുന്നത്. അതിനുള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ആ ഒരു വെള്ളമയം മാത്രം മതി. ഇത് ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകുകയും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ്, ഒരു 3 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വാട്ടി എടുക്കുക. നമ്മളിത് പച്ചയോടെ കടിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇതിലൊരു ചെറിയൊരു ഉപ്പ് വരാനായിട്ട് ഒരു ഞുള്ളുപ്പ് അത്രേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഒത്തിരി ഉപ്പിടൽ, ഉപ്പ് കൂടിപ്പോയ ചള്ള. ഒരു ഞുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് ഒന്ന് മൂടി വെച്ച് ഒരു 3-3.5 മിനിറ്റ് വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വെന്ത് പോകരുതേ.
അപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഉണ്ടായി വരുന്നുണ്ടേ. ഇതുണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ. നമ്മൾ മേടിച്ചാൽ ഇത്രയും കളറ് നമ്മുടെ ആ ബീട്രൂട്ടിന് വരത്തില്ല, അതുപോലെ ഭയങ്കര കളർ. എൻ്റെ കൈ മുഴുവൻ കളറായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് നല്ല ഗുണമുള്ള നല്ല ബീട്രൂട്ടായത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തല്ലേ. മറ്റേത് നമ്മൾ മേടിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ കേട്ടേക്കുന്നത്. അത് പെട്ടെന്ന് വലുതായി, അതിൻ്റെ കിഴങ്ങുകൾ വലുതായാലല്ലേ ഉള്ളു വിറ്റ് കാശാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വലുതാകാൻ വേണ്ടി അതിനകത്ത് രാസവളങ്ങളൊക്കെ കൂടുതൽ ചേർക്കും, പെട്ടെന്ന് വലുതാകാൻ. അപ്പോൾ ഇത്ര ഡേയ്സിനുള്ളിൽ പെട്ടെന്ന് വലുതായി കിട്ടും. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മുടെ ബീട്രൂട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട്. പക്ഷേ ചെറുതാണെങ്കിൽ ഇത് ഹെൽത്തിയാണ്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത്, പഠനങ്ങളൊക്കെ തെളിയിച്ചിരിക്കുന്നത് നമ്മുടെ രക്തസമ്മർദ്ദത്തെ, ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ടൊക്കെ ഉള്ളവർക്ക്, എനിക്ക് BP കൂടുതലുള്ള ആളാകട്ടെ, പക്ഷേ ഞാൻ ബീട്രൂട്ട് അധികം കഴിക്കാറൊന്നുമില്ല. ഞാനിങ്ങനെ പല ഇതിൽ നിന്നും വായിച്ചതും അങ്ങനെ അറിഞ്ഞതാണ്. ബീട്രൂട്ട്, ഇതിൻ്റെ ബീട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് ടാബ്ലറ്റ്സ് വരെയുണ്ട് നമുക്ക്. അത് കൂടുതൽ ബീട്രൂട്ട് അടങ്ങിയിരിക്കുന്നത് മാർക്കറ്റുകളിലും ഫാർമസികളിലും ഒക്കെ അവൈലബിൾ ആണ്. അത് മേടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് ഒത്തിരി കോസ്മെറ്റിക്, ലിപ്സ്റ്റിക് ഉണ്ടാക്കാൻ, ഫുഡ് കളറിങ്ങിനായിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കേണ്ട. ഏറ്റവും ഉപകാരപ്രദം എന്ന് പറയുന്നത് ഹെന്ന പ്രിപ്പയർ ചെയ്യത്തില്ലേ. ഇപ്പം കൂടുതൽ ആൾക്കാർക്കും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുടി നരയ്ക്കുക എന്നുള്ളത്. ഒരു 10 ഏജ് ആകുന്നതിന് മുമ്പിലേ തന്നെ മുടി നരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഹെന്നയാണ്. ഒത്തിരി കെമിക്കൽസ് അടങ്ങിയ കളറിങ് ചേർക്കാതെ ഹെന്ന ചേർക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ ഹെന്ന ചേർക്കുമ്പം ആ ഹെന്നയ്ക്ക് നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ഡാർക്ക് ബ്രൗൺ കളർ നമ്മുടെ ഹെയറിന് കിട്ടാനായിട്ട് ഇതിൻ്റെ ഒരു 3-4 സ്പൂൺ നീര് പ്രിപ്പയർ ചെയ്യുന്നതിന്, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 3-4 മണിക്കൂർ മുമ്പ് നമ്മളിത് എടുത്തു വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളിത് മെയിനായിട്ടും പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കുക്കിങ്ങിന്, പച്ചടി, ബീട്രൂട്ട് പച്ചടി. അതില്ലാത്ത സദ്യ ഉണ്ടോ? സദ്യ സ്പെഷ്യലാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ എടുക്കുന്നുണ്ട്, അത് വേറെ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഇതിനു മുമ്പ് ഞാൻ 2-3 പ്രാവശ്യം പച്ചടി വെച്ചു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏകദേശം നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി കണ്ടോ. അപ്പോൾ ഞാനൊന്ന് എടുത്ത് കടിച്ച് നോക്കി. അത് ഒത്തിരി വെന്ത് പോയിട്ടുമില്ല, നല്ല ഒന്ന് കടിക്കാനും പറ്റണം. വെന്തങ്ങ് കുഴഞ്ഞു പോയാൽ ചള്ള, ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മളൊന്ന് കടിക്കുമ്പം ആ കടലയും ഒക്കെ കൂടി ഇടയ്ക്കൊന്ന് കഴിക്കുമ്പം ഭയങ്കര നല്ലതാണ്. ഇതെന്താ പറയുക, ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ താമസിക്കുന്നവർക്ക് പോലും നമുക്ക് ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലും ഒക്കെ നിസ്സാരമായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. മണ്ണുള്ളവർക്കാണെങ്കിൽ നമുക്ക് മണ്ണി വെക്കാൻ പറ്റുവാണെങ്കിൽ അതൊന്നും കൂടെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഇത് ഓരോ തൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഴങ്ങും ഇതിൻ്റെ ഇലകളും ഒക്കെ നന്നായിട്ട് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. ഇനി എനിക്ക് ആ ബാക്കി ഇരിക്കുന്ന ഇലയും കൂടെ ഒന്ന് തോരൻ വെക്കണം. അപ്പം നമുക്ക് നമ്മുടെ സാലഡ് റെഡിയാക്കാം. അപ്പോഴത്തേ നമ്മളുടെ ബീട്രൂട്ട് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തല്ലോ. അത് സ്റ്റീം ചെയ്തല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടേ. അത് ചെറുതായിട്ട് ആറിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒനിയൻ ഉണ്ടല്ലോ, ആ ഒനിയനും ആ പച്ചമുളക് ഞാൻ വലുതായിട്ട്, അത് ഞാൻ അധികം മൂക്കാത്തതാണ് പറിച്ചെടുത്തത്. അപ്പോൾ അത് എരിവില്ല, പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. ഒരു 1/2 പീസ് ലൈം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞ് ഒരു 2-3 സ്പൂൺ നീരും കൂടെ അതിലേക്ക് ഒഴിക്കണം. എല്ലാം കൂടെ നന്നായിട്ട് ഞാനങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ടേ. ഞാനൊരു ശകലം 1 സ്പൂൺ എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. ഇതിനി എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മളൊരു 1/2 hour ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കണം. ലാസ്റ്റ് ഞാനൊരു സ്പൂൺ എടുത്ത്, ഇതിപ്പോൾ ഓൾറെഡി ഇതേലൊരു പീനട്ട്സേലൊരു ഉപ്പുണ്ടല്ലോ, ആ ഉപ്പും ഇതിന് ഞാൻ അധികം ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടെ വരുമ്പം, രണ്ടും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയണേ, ഒരു ക്രഞ്ചി ആയിട്ട് നമ്മൾ ആ കടലയിലും ബീട്രൂട്ടിലും കൂടെ കൂട്ടി കടിക്കുമ്പം ഒരു പ്രത്യേക രുചിയാണ്. നല്ല ടേസ്റ്റാണ്, ചെറിയ പുളിയും. നമ്മുടെ ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് നമുക്കിതൊരു 1/2 മണിക്കൂർ വെച്ചിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചാണ്. പിന്നെ നമ്മൾ നേരത്തെ പറിച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ തണ്ടുണ്ടല്ലോ, ആ തണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിരുന്നു. നമ്മൾ ആദ്യം ആ തണ്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ തോരൻ വെക്കത്തില്ലേ, അതുപോലെ തന്നെ. ഇപ്പോൾ അതിപ്പോൾ ഞാൻ എൻ്റെ സ്പിനാച്ച് തോരനൊക്കെ വെച്ച വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആ സെയിം രീതിയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനുശേഷം ഒരു സവോള അരിഞ്ഞിട്ട് മൂപ്പിച്ച് അതിനകത്തേക്ക് ആദ്യം ഇതിൻ്റെ തണ്ട് തന്നെ സെപ്പറേറ്റ് അരിഞ്ഞ് നമ്മൾ ഒന്ന് വേവിച്ചെടുത്തേ. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ആ ചെറിയ കപ്പിന്, ചെറിയ ജാറിലെ അതിന് ഒരു 3/4 കപ്പ് തേങ്ങായും പുളിയെടുത്ത്, പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും ഒരു 3-4 ഉണങ്ങിയ കാന്താരിമുളക് ഞാൻ അരച്ചിരിക്കുന്നത് അതിൻ്റെ ഉണ്ടായിരുന്നു. ഒരു ഉണങ്ങിയ കാന്താരിമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടെ കൂടി ഒതുക്കിയെടുത്തിരിക്കുന്നതാണ്. അത് ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ആഡ് ചെയ്ത് നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ, അത്രയേ ഉള്ളൂ. വേറെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
അപ്പോൾ അതിൻ്റെ ഇല ഞാൻ ഓർത്ത് ഏതായാലും എല്ലാം കാണിച്ചല്ലോ, എന്നാൽ പിന്നെ ഇതും കൂടെ കാണിച്ചേക്കാമെന്ന് ഓർത്തു. അതിൻ്റെ ഇല സെപ്പറേറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇല പെട്ടെന്ന് ഏകദേശം തണ്ട് വേകാറാകുന്ന സമയത്ത് നമ്മൾ ആ അരപ്പങ്ങ് ഇട്ടിട്ട് അരപ്പിൻ്റെ മേളിലേക്ക് ഈ ഇലയും കൂടെ ഇട്ട് അവിഞ്ഞങ്ങ് വെക്കോളൂ. ഇതും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തെ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള അടുത്ത ഒരു ഐറ്റം കൂടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് ഇല തോരൻ വെച്ചതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ നാട്ടിലെ ചുമന്ന ചീര തോരൻ വെക്കത്തില്ലേ, ആ സെയിം ടേസ്റ്റാണ് കേട്ടോ, അത് തന്നെ. അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് വെച്ചത്. ഇങ്ങനെയുള്ള തോരനൊക്കെ വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ച് വെക്കുവാണെങ്കിൽ മറ്റേ ഉള്ള ഓയിലിനേക്കാളും ഒരു നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒത്തിരി ഇട്ടങ്ങോട്ട് ഞാൻ അതുകൊണ്ടാണ് ഇല പതുക്കെ ലാസ്റ്റ് ഇട്ടത്. ഇല അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവിഞ്ഞു പോയി. അപ്പം തന്നെ നമ്മുടെ അരപ്പും വെന്ത് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ ബീറ്റ്റൂട്ട് സാലഡിൻ്റെ വീഡിയോ, ഹെൽത്തി ആയിട്ടുള്ള ഈ സാലഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.